ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് നിഹാൽ പെർസ്പെക്റ്റീവ്. യെസ്, നമ്മളൊരു എക്സാം സീസണിലൂടെ കടന്നു പോവാണ്. എസ്പെഷ്യലി ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചും ഒരുപാട് ടെൻഷൻ ഒരു സമയത്ത് നമ്മൾ കടന്നു പോകുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ കൂട്ടുന്ന രണ്ട് കാര്യങ്ങൾ സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവരുടെ കെമിസ്ട്രി എക്സാമും അതുപോലെ തന്നെ ഫിസിക്സ് എക്സാമും അല്ലെ കയ്യിൽ നിന്ന് പോയി എന്ന ലെവലിലാണ് നമുക്ക് കുട്ടികളെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ. ശരിക്കും അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? നിങ്ങൾക്ക് ഭയപ്പെടാൻ മാത്രമുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യുവേഷൻ കുറച്ചുകൂടി ലിബറൽ ആക്കുമോ? ഇനി വരാനിരിക്കുന്ന മാത്സ് എക്സാം അവർ കുട്ടികൾ ഒരു പേടിയോടെ കാത്തിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം മൊത്തം ട്രോളതാ. അതായത് സയൻസ് ഫിസിക്സ് കഴിഞ്ഞു ഇനി മാത്സിന് എങ്ങനെ കാണിച്ചു കൊടുക്കുക, അടുത്ത് വരാനിരിക്കുന്നത് നീ കരുതിയിരുന്നതല്ല. അപ്പോൾ മാത്സ് എക്സാം ടഫ് ആവും എന്നുള്ള ശരിക്കും നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ബാക്കി ഓവറോൾ ഈ കഴിഞ്ഞ എക്സാംസ് നമുക്ക് ഭയപ്പെടേണ്ടതുണ്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ വാല്യുവേഷൻ ലിബറൽ ആക്കും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എന്താണ് ഷാമിൽ സാർ? അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ വീഡിയോന്റെ അടിയിൽ വന്നൊരു കമന്റ് കണ്ടിട്ടുണ്ട്, ഫിസിക്സ് കൊന്നു കെമിസ്ട്രി കുഴിച്ചു മൂടി എന്നുള്ളത്. അപ്പൊ ഫിസിക്സ് ആയിരുന്നു ഇവർ എക്സാം ചെയ്തപ്പോൾ ഏറ്റവും നല്ല ടഫ് എന്ന് വിചാരിച്ചത്. പക്ഷെ അതിനേക്കാളും ടഫായി പോയി ആക്ച്വലി കെമിസ്ട്രി. ഇത് ആക്ച്വലി എക്സാം ടഫ് ആയതുകൊണ്ടല്ല, പ്രീവിയസ് ഇയർ ചോദിക്കുന്ന ചോദ്യങ്ങളും സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതൊന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് വേറെ രീതിയിൽ ചോദിച്ചു. അപ്പൊ കുട്ടികൾക്ക് അത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇതെങ്ങനെയാ വന്നത്, ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ചോദ്യത്തിൽ ആ ചോദ്യം കാണാത്തത് കൊണ്ടുള്ള ഒരു പരിചയമായിരിക്കും. പിന്നെ അതേപോലെ നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനത്തെ സംഭവങ്ങൾ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ എക്സാം ഒരിക്കലും ടഫ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ മാത്രം കുറ്റം പറയരുത്, ഇവർക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരിതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് മാത്രം പറയരുത്. നമ്മുടെ സിസ്റ്റം, അതായത് നമ്മുടെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളും അത്ര ക്വാളിറ്റി ഉള്ളൂ. നമ്മുടെ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ കുട്ടികൾ വർദ്ധിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ സംഭവിച്ച ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അവര് പഠിക്കുന്ന സെയിം കണ്ടന്റ് ചോദ്യത്തിന്റെ ലെവൽ കൂടി. പക്ഷെ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ പഠിപ്പിക്കാതെ ഒരു പെരിഫറൽ ആയിട്ടുള്ള സാധനം മാത്രമേ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുള്ളൂ. പക്ഷെ അതിന് പുറമെയാണ് അവരുടെ എക്സാമിലേക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു കാര്യം, മോഡൽ എക്സാമിന്റെ ഒരു പാറ്റേണിലല്ല. മോഡൽ എക്സാം സ്വാഭാവികമായിട്ടും ഭയങ്കര ഈസി ആയിരുന്നു. അപ്പൊ ഇവര് അന്നേ കുറെ ആൾക്കാർ പറയുന്നുണ്ട് മോഡൽ ഈസി ആയതുകൊണ്ട് പബ്ലിക് ടഫ് ആക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല സംഭവം. പക്ഷേ ഈ മോഡലിന്റെ ആ ഒരു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു സംഭവമാണ് പബ്ലിക്കിന് വന്നത്. അപ്പൊ ഒരു ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ശരിക്കും അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ശരിക്കും പബ്ലിക് എക്സാം ഏത് രീതിയിലായിരിക്കും ചോദിക്കുക, ഓരോ ചാപ്റ്ററും ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് ഒരു മോഡൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ പബ്ലിക് എക്സാം അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. മോഡൽ എക്സാമിന് എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ പബ്ലിക്കിന് വരണം എന്നുള്ള രീതിയിൽ അത് തീർത്തും ഒരു വ്യത്യസ്തമായുള്ള രീതിയിലാണ് ഇപ്രാവശ്യം നടന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം +1 മാത്സ് എക്സാം ഒക്കെ ഭയങ്കര ടഫായ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞൊരു സൂചന ഉണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള എക്സാം ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത്. ആക്ച്വലി ഇവർ ഇത് എക്സ്പെക്റ്റഡ് ആണ്, ടഫ് ആകും എന്നുള്ളതൊക്കെ. പക്ഷേ ഇതിന്റെ തൊട്ട് മുമ്പത്തെ മോഡൽ ഭയങ്കര ഈസി ആയതുകൊണ്ട് ഇവർ വിചാരിച്ചു പബ്ലിക്സും ഭയങ്കര ഈസി ആയിരിക്കും എന്നില്ല. ആ ഒരു പ്രശ്നം ഉണ്ട് ഇതില്. അല്ല ശരിക്കും പിന്നെ നമ്മളെ ഈ സയൻസ് മാത്രമല്ല, കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ് ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടഫ് കാരണം ചോദ്യം ഉണ്ടാക്കിയ ചോദ്യങ്ങൾ ചോദിച്ചു. അതുപോലെ +1 മലയാളം വരെ. അതാണ് ലാംഗ്വേജ് എക്സാമുകൾ സാധാരണ രീതിയിൽ ലാംഗ്വേജ് എക്സാമുകൾ വളരെ സിമ്പിൾ ആയിരിക്കും. പക്ഷെ ലാംഗ്വേജ് വരെ ടഫായുള്ള രീതിയിൽ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മൊത്തത്തിൽ ഒരു സിസ്റ്റം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുട്ടികളെ സംബന്ധിച്ചോളം ഒരു ഒറ്റ രാത്രി കൊണ്ട് സ്വിച്ച് ഇട്ട് മാറ്റേണ്ട ഒരു സാധനം. തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് ഇനി സിസ്റ്റം മാറുന്നുണ്ടെങ്കിൽ അവർ അതിന്റെ ഒരു സൂചന ഒരു ക്രിസ്മസ് എക്സാം മുതലേ കൊടുത്തു തുടങ്ങും. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ എക്സാമുകളിലൂടെ ഈ സൂചന കൊടുത്തിട്ട് കാര്യമില്ല. കുട്ടികൾ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? ടീച്ചേഴ്സ് മാറണം, നമ്മുടെ സ്കൂളുകളിലെ സിസ്റ്റങ്ങൾ മാറണം, ആ സ്ട്രക്ചർ മാറണം. അതിൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മുടെ കരിക്കുലം തന്നെ ഒന്ന് കണ്ടന്റിലെ കുട്ടികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് സജ്ജമാക്കി എടുക്കണം. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഈ എക്സാം ഭയങ്കര ടഫാണെങ്കിലും കുട്ടികൾ അങ്ങനെ ഒരുപാട് പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സാം ടഫ് ആണെങ്കിൽ പോലും നമ്മുടെ ഗവൺമെന്റ് വാല്യുവേഷൻ ലിബറൽ ആക്കാറുണ്ട് സാധാരണ രീതിയിൽ. അത് കഴിഞ്ഞ വർഷത്തെ മാത്സ് വെച്ച് ഞാൻ പറഞ്ഞു, +1 മാത്സ് ഭയങ്കര ടഫായിരുന്നു, ഒരുവിധം കുട്ടികൾക്കൊക്കെ ഭയങ്കര ടഫായിരുന്നു. പക്ഷേ എക്സാമിന്റെ റിസൾട്ട് വന്ന സമയത്ത് എന്നോട് തന്നെ പേഴ്സണലി കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോയി, ഒരു 55-56 മാർക്ക് കിട്ടും എന്ന് പറഞ്ഞ കുട്ടികൾ. പക്ഷെ അവർക്ക് ഫുൾ മാർക്കാണ്. അതാണ് വാല്യുവേഷൻ അവർ എന്തോന്ന് ചെയ്യുന്നുണ്ട്, ഒന്ന് ലിബറൽ ആക്കുന്നുണ്ട്, മാർക്ക് കിട്ടുന്നുണ്ട്. അത് ഗവൺമെന്റിന്റെ ഒരു പ്രതിച്ഛായ കൂടി ബാധിക്കുന്ന കാര്യം അതുകൊണ്ടായിരിക്കാം എക്സാം ഭയങ്കര ടഫായി. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തില് നല്ല ലിബറൽ ആയി. കഴിഞ്ഞ ഒരു എക്സാം പാറ്റേൺ വെച്ച് +2 മോഡൽ എക്സാം ഈസി ആയിരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ സയൻസ് സബ്ജക്റ്റുകളിൽ സോളജി മാത്രമേ ഈസി ആയിട്ടുള്ളൂ, ബോട്ടണിയും ടഫ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മാക്സും ടഫാനുള്ള സാധ്യതയുണ്ട്. ബിലാൽ സാർ ജസ്റ്റ് രക്ഷപ്പെട്ടു. കുട്ടികളൊക്കെ ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന ടഫ് ആണെങ്കിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻ കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്നത്? സത്യം പറയുകയാണെങ്കിൽ
നമ്മുടെ ടെക്സ്റ്റ് നല്ലതുപോലെ പ്രോപ്പറായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക്, ആ കണ്ടന്റ് ഉള്ള കുട്ടിക്ക് അവർക്ക് അത്ര ടഫ് ആയിരിക്കില്ല. ഒരിക്കലും എക്സാം അങ്ങനെ ടഫ് ആവില്ല. കാരണം അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കൂ. പക്ഷെ അത് അവർ അങ്ങനെയും ആഴത്തിൽ പഠിച്ചിരിക്കണം. അത് സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു സോഴ്സിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടായിരിക്കും അവർക്ക് ടഫാണെന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ വരികയാണെങ്കിൽ പോലും ഈ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെയാണ്, കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ്. അതൊന്ന് വളച്ചൊടിച്ച് ചോദിച്ചു എന്നുള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് അത് ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്. യെസ്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിനുള്ള ഒരു സൂചനയാണ് സത്യത്തിൽ. അതായത് ഇനിയുള്ള വരുന്ന ബാച്ചുകാർ ശ്രദ്ധിച്ചോളൂ. അങ്ങനെ SLC എഴുതുന്ന കുട്ടികൾ, നിലവിൽ +1 പഠിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല വിജിലന്റ് ആയി ഇരിക്കേണ്ട സമയം. നിങ്ങളൊന്ന് കരുതിയിരുന്നോളൂ. കാരണം നിലവിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച പോലത്തെ അല്ലെങ്കിൽ ഈ ഓൺലൈൻ ടീച്ചേഴ്സിനോട് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എതിർപ്പുണ്ട്. അപ്പോ ഞങ്ങള്, എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഇടുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും ആരും ആൻസർ ചെയ്യണ്ട, കുട്ടികൾ ആൻസർ ചെയ്യണ്ട, ഇവരും ക്രാക്ക് ചെയ്യണ്ട എന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണോ പോകുന്നത് എന്ന് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ക്ലാസ്സുകളും കാര്യങ്ങളും ആ രീതിയിലായിരിക്കും. അപ്പോൾ ഇവര് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയുള്ള കാലത്തേക്ക്, അതായത് ഇപ്പം 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ, 9ാം ക്ലാസ്സിൽ +1 പഠിക്കുന്ന കുട്ടികൾ, ഇനി വരുന്ന വർഷങ്ങളിൽ എക്സാം ഒക്കെ നല്ല രീതിയിൽ ടഫായിരിക്കും. അതിനനുസരിച്ചുള്ള രീതിയിൽ ഇവരുടെ പഠനം മാറ്റുക എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ സ്കൂൾ സിസ്റ്റങ്ങളൊക്കെ അതിനനുസരിച്ച് മാറുക എന്നുള്ളത്. അതായത് ഒരു ഫുൾ ടൈം പ്രവർത്തിക്കുന്ന രീതിയിൽ കുട്ടി, എനിക്കൊന്നൊരു ഈ ശരിക്കും സയൻസ് ഒക്കെ എൻട്രൻസ് ഓറിയന്റഡ് ലെവലിൽ ക്ലാസ് എടുക്കണം ടീച്ചേഴ്സ്. പക്ഷെ അതൊക്കെ ടീച്ചറെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ആ ഒരു സമയം കൊണ്ട് അത്രയും കണ്ടന്റ് ഇല്ല. നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ അടിച്ചത് അത് ചെയ്യണം. ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൂടെയും പ്രൊവൈഡ് ചെയ്യണം. കാരണം നമ്മുടെ ഈ സ്റ്റേറ്റ് എന്ന് വരുന്ന കുട്ടികൾ എല്ലാവരും കമ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും സ്റ്റേറ്റ് vs CBSE എന്നുള്ള. CBSE കുട്ടികൾ സത്യം പറയുകയാണെങ്കിൽ ഈ എൻട്രൻസിനൊക്കെ ക്രാക്ക് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ തന്നെയാണ്. നമ്മുടെ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി കുറവുണ്ട്. ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടു, മറ്റേ ഞങ്ങൾ CBSE കുട്ടികൾ ഫിസിക്സ് എക്സാം ടഫ് ഞങ്ങൾ അത് റിയലാണ്. ഫിസിക്സ് CBSE ഭയങ്കര ടഫായിരുന്നു. പെട്ടെന്ന് ആലോചിച്ചാൽ പോലും ഒരിക്കലും ആൻസർ കിട്ടാത്ത രീതിയിലായിരുന്നു. പക്ഷെ അത്രയൊന്നും ലെവലിൽ നമ്മുടെ സ്റ്റേറ്റ് ബോർഡിന്റെ ഇല്ല. എന്നാലും ഇവർ കണ്ട് ശീലിച്ച ക്വസ്റ്റ്യൻസ്, ഇവർ കണ്ട് ശീലിച്ച പാറ്റേൺ, അതൊന്നും ഒന്ന് വ്യതിചലിച്ചപ്പോ കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഒരു അവസ്ഥ. സോ ഇതൊരു എന്താ പറയാ, നമ്മളൊരു സൂചനയെ തന്നെ നിങ്ങൾ കണക്കാക്കുക. വരും ഈ വർഷങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റങ്ങൾ കുറച്ചും കൂടി ടഫ് ആവാനും കുറച്ചും കൂടി ഒരു പ്രീമിയം ലെവലിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ സത്യത്തിൽ മാറണം. കുട്ടികളും പറയുന്നത് തന്നെയാണ് കേട്ടോ, മാറട്ടെ. രക്ഷിതാക്കൾ പറയുന്നത്, ടീച്ചേഴ്സും ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, മാറണം, ടെക്സ്റ്റ് മാറണം, സിലബസ് മാറണം, പുതിയ സംവിധാനങ്ങൾ വരണം. ശരിക്കും അതിനനുസരിച്ചുള്ള സിസ്റ്റം മാറണം. ആ സിസ്റ്റത്തിലൂടെ നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് എന്ത് ചെയ്യണം അറിയിക്കുക. നിങ്ങളുടെ കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ കൊടുക്കുക. എന്നിരുന്നാലും വരാനിരിക്കുന്ന എക്സാം എളുപ്പമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബൈ.